ഹലോ മച്ചാന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഫിഷിംഗ് ബോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വല എറിയാനെത്തിയിരിക്കുന്നത് തീരത്തെ പിടിച്ച് വല എറിയാനാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ പ്രധാനമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാലാവ് പിടിക്കാനാണ്. വളരെ മനോഹരമായൊരു വലയാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ വല ഇറങ്ങിയിട്ടുണ്ട്, അത് നല്ല തിരയുണ്ട്. അപ്പോൾ ആ തിരയിൽ നമ്മൾ വല വലിച്ചു കയറ്റുകയാണ്. അപ്പോൾ എന്തൊക്കെ മീനൊക്കെ ഉണ്ട്, നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് തിരയിൽ വലയെറിയുമ്പോൾ കിട്ടുന്നത്. പക്ഷേ അത് നമ്മൾ വല വലിച്ച് കയറ്റുകയാണ്. അപ്പോൾ മീനുണ്ട്. നമുക്കതിൽ നമ്മൾ പ്രതീക്ഷിച്ച സാധനം തന്നെയാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. മാലാവ് തന്നെയാണ്. 1, 2, 3, 4 മാലാവ് കിട്ടിയിട്ടുണ്ട്. 2 ചെറുതാണ്, 2 വലുതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വലയിൽ തന്നെ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. 2 ചെറിയ മാലാവും 2 സൈസുള്ള മാലാവുമാണ് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ കൃഷി നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നൽകിയിട്ടുള്ളത്. കാരണം ആദ്യത്തെ വലയ്ക്ക് തന്നെ നമുക്ക് മീൻ കിട്ടി. 2 ചെറിയ മാലാവും 2 നല്ല സൈസുള്ള മാലാവും. അപ്പോൾ നമുക്ക് ഒരു രാത്രി സമയങ്ങളിലാണ് ഇത്ര സൈസുള്ള മാലാവ് പൊതുവെ കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞൻ മാലാവ് ചാടിപ്പോകാൻ നോക്കി നമ്മൾ വീണ്ടും പിടിച്ച് ബക്കറ്റ് ഇട്ടിട്ടുണ്ട്. അടുത്ത മാലാവ് ബക്കറ്റ് ഇട്ടു. അപ്പോഴങ്ങനെ നമുക്ക് 2, 4 മാലാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വല വളരെ മനോഹരമായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ തീരത്തെ പുലുകിയുള്ള മീൻപിടുത്തമാണ് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തവും മനോഹരവുമായിട്ടുള്ളൊരു മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളാണെന്ന് കാണുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത വലയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസവും വ്യത്യസ്തവും മനോഹരവുമായ കുറച്ച് അധികം കാഴ്ചകൾ സമ്മാനിക്കുന്ന കടലാണ്. കടലിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് വലയെറിയുന്നതിനനുസരിച്ച് നമുക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മൾ പോകുന്നവർക്ക് അത്യാവശ്യം വേണ്ടുന്നുള്ള മീൻ കിട്ടുന്നുണ്ട്. ചില ദിവസം നമുക്ക് വളരെ കൂടുതൽ മീൻ കിട്ടുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് മീൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വല ഇറങ്ങി അടുത്ത വലയിൽ നമുക്കിടാതെ വലിച്ച് കയറ്റിയിട്ടുണ്ട്. മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടിയോ നോക്കാം. ഇതിലൊരു മീനുണ്ട് കേട്ടോ. അത് വീണ്ടും മാലാവാണ്. നമ്മളിന്ന് കോൺസെൻട്രേറ്റ് വന്നിട്ടുള്ളത് മാലാവ് പിടിക്കാനാണ്. കാരണം ഈ സമയം മാലാവിൻ്റെ സീസണായി വരികയാണ്. മാലാവ് കൂട്ടത്തോടെ കരയിൽ കയറുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ചെറുക്കൻ വലയെറിയാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വലയിൽ ഒരു കില്ല മാലാവ് നല്ല സൈസുള്ളൊരു ഐറ്റമാണ് കിട്ടിയത്. പക്ഷേ വല കീറിയിട്ടുണ്ട്. 2 മാലാവ് വല പൊട്ടിച്ചുകൊണ്ട് പോയി. കാരണം ഇതിൽ നമ്മുടെ മാലാവ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ളൊരു മീനുകളുടെ കൂട്ടത്തിലുള്ള ഒരു മീനാണ്. നമ്മുടെ വലയൊക്കെ ഇടിച്ച് 1 കിലോ ടൈപ്പിന് മുകളിലോട്ടുള്ളൊക്കെ വലയൊക്കെ ഇടിച്ച് കീറിക്കൊണ്ട് പോകുന്ന ഐറ്റമാണ്. അപ്പോൾ അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ വല്ലതും ഇപ്പോൾ നോക്കാം. നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ പരിചയപ്പെടണമെങ്കിൽ നമ്മൾ പൂവാറിലോട്ട് വന്നാൽ മതി. പൂവാറിലെ കുതിര ഓടിപ്പിക്കുന്നവർ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ആ വലയിൽ മീനൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. വലയിൽ മീനൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത വലയിൽ നമുക്ക് മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. തീരം വളരെ ശക്തമാണ്. അപ്പോൾ നമ്മുടെ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത വല നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പുഴക്കരയിലെ മീൻപിടുത്തമാണ്. അഴിമുഖത്ത് വളരെ വ്യത്യസ്തവും മനോഹരവുമായ മീൻപിടുത്തമാണെന്ന് നടക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ മീൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് കിട്ടിയിട്ടില്ല, പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മീൻപിടുത്തം ഇതോടെ നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.